ഉസ്താദ് കായക്കൊടി ഇബ്രാഹിം ദുബൈയിലെ മലയാളികൾക്ക് മാത്രമല്ല അറബികൾക്കും പ്രിയങ്കരനാണ്. ആകസ്മികമായാണെങ്കിലും ദുബൈ സിന്തകയിൽ പള്ളി പരിപാലനം നടത്തിവരുന്ന ഇബ്രാഹിമിന്റെ പ്രവാസി മുദ്രകളും വ്യത്യസ്തമാണ്. അതൊരു നിയോഗമായിരുന്നു ഉസ്താദ് കായക്കൊടി ഇബ്രാഹിമിന്. യാദൃച്ഛികതയുടെ ജീവിത വീഥിയിൽ ദുബൈക്കാർക്ക് കിട്ടിയ മലയാളത്തിന്റെ നന്മയാണെന്ന് ഉസ്താദ്. ദുബൈ ഔക്കാഫും ഷിന്തകയിലെത്തുന്ന ഓരോരുത്തരും ഇന്ന് ആ സ്നേഹ സാന്നിധ്യം തൊട്ടറിയുന്നു. 1897 ഷൈഖ് സയ്യിദ് അൽ മക്തൂം നിർമ്മിച്ച മസ്ജിദ് ഷുയൂഖിന്റെ എല്ലാമെല്ലാമായ കാര്യദർശിയാണെന്ന് ഉസ്താദ്. ഷൈഖ് മുഹമ്മദിന്റെ പിതാമഹൻ ഷൈഖ് സയ്യിദ് തന്റെ വീടിനോട് ചേർത്ത് നിർമ്മിച്ച ഈ പള്ളിക്ക് ദുബൈയുടെ ചരിത്രത്തിൽ തന്നെ വലിയ സ്ഥാനമാണുള്ളത്. ഒരു കാലത്ത് ദൂര ദിക്കുകളിൽ നിന്ന് ദുബൈയിലെത്തുന്നവരിൽ ഷിന്തകയിലെ ഈ പള്ളി കാണാതെ പോകുന്നവർ വളരെ വിരളമായിരിക്കും. ചരിത്രം പിന്നീട് കാലത്തിന് മുന്നിൽ വഴിമാറിയപ്പോൾ പള്ളിയും ഓർമ്മകളിലേക്ക് അസ്തമിച്ചു തുടങ്ങി. ഈ സമയത്താണ് കായക്കൊടി പള്ളിയുടെ സാന്നിധ്യം ഏറ്റെടുക്കുന്നത്. അതിൽ പിന്നെ പ്രതാപകാലത്തേക്കുള്ള തിരിഞ്ഞു നടത്തമായിരുന്നു. ഉസ്താദിന്റെ പ്രാർത്ഥനകളും പഠന ക്ലാസുകളും ആളുകളെ പള്ളിയിലേക്ക് ആകർഷിച്ചു. ഇന്ന് ദുബൈയിൽ ഏറ്റവും കൂടുതൽ പേർ പെരുന്നാൾ നമസ്കരിക്കുന്ന പള്ളി കായക്കൊടി ഉസ്താദ് നേതൃത്വം നൽകുന്ന പള്ളിയാണ്. മാത്രവുമല്ല, പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ നടത്താനുള്ള അനുവാദം കായക്കൊടിക്ക് മാത്രവുമാണ് ദുബൈ അനുവദിച്ചിട്ടുള്ളതും. على دوره في إمامة المصلين وتعريف الناس بالإسلام، خاصة الإخوة من منطقة جنوب الهند من الإبار، لأنه طبعا ما شاء الله لغته الأم فمتمكن من أن يعرف الناس بالدين الصحيح، ونتمنى له إن شاء الله مزيد من طول العمر ولكم الشكر. കഴിഞ്ഞ പെരുന്നാളിന് 15,000-ന് മുകളിലാണ് നമസ്കാരത്തിനെത്തിയവരുടെ എണ്ണം. പള്ളിയിലെ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നതും ഖുതുബ നിർവഹിക്കുന്നതുമെല്ലാം ഉസ്താദ് തന്നെയാണ്. ഹൃദ്യമായ സേവനത്തിന് ദുബൈ ഔക്കാഫ് നിരവധി അംഗീകാരങ്ങളും ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് കുറ്റിയാടിയിലെ കായക്കൊടി സ്വദേശിയായ ഉസ്താദ് 20 വർഷങ്ങൾക്ക് മുന്നേ ഉംറയ്ക്ക് പുറപ്പെട്ടതായിരുന്നു. യാത്രക്കിടെ വന്ന കാലതാമസം യാദൃച്ഛികമായി ദുബൈയിലെത്തിച്ചു. മടക്കയാത്രക്കിടെ ദുബൈ ഔക്കാഫിന്റെ ഒരു പരീക്ഷ എഴുതിയതിൽ പിന്നെ ജീവിതം ദുബൈയിലേക്ക് പറിച്ചു നടുകയും ചെയ്തു. ഇരുമ്പുഴിയിലും പട്ടിക്കാട് ജാമിയയിലും പഠനം പൂർത്തിയാക്കിയ കായക്കൊടി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള പള്ളികളിലും മതപഠന സ്ഥാപനങ്ങളിലും സേവനം ചെയ്തിരുന്നു. ഇതിനിടെ കേരളത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലുണ്ടായ പിളർപ്പും ഗ്രൂപ്പ് പോരും ഹൃദയത്തെ വേദനിപ്പിച്ചു. സഹിക്കാനും പൊറുക്കാനും കഴിയാത്ത വലിയൊരു വിപത്താണ് ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിൽ രണ്ട് വിഭാഗമായി APEK എന്നുള്ള രണ്ട് വിഭാഗമായി മാറിയപ്പോൾ അതിൽ ഒരു ഭാഗത്തേക്കും എനിക്ക് സഹവസിക്കാനോ അതിലേക്ക് പ്രവർത്തിക്കാനോ സാധിക്കാതെ വന്നു. അതായത് ഒരാളെ ആക്ഷേപിക്കാൻ എനിക്ക് സാധിക്കില്ല. അങ്ങനെ നടത്തിയ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം തനിക്ക് പുതിയ വഴി കാണിക്കുകയായിരുന്നു എന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. കർമ്മോത്സുകനായ ഒരു പണ്ഡിതന്റെ ചിന്തയും ഇടപെടലും അദ്ദേഹത്തിന്റെ ഓരോ നീക്കത്തിലും വ്യക്തമാണ്. വായനയും പഠനവും അധ്യാപനവും ഇങ്ങനെ നീളുന്നു തന്റെ കർമ്മമണ്ഡലങ്ങൾ. ഓർമ്മകൾക്ക് വഴിമാറിയിരുന്ന ഒരു ആരാധനാലയത്തെ സജീവതയിലേക്ക് കൈപിടിച്ചുയർത്തിയത് തന്നെ കായക്കൊടി ഇബ്രാഹിം എന്ന പണ്ഡിതന്റെ ഔന്നത്യം വ്യക്തമാക്കുന്നു.